السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. صدق الله مولانا العظيم. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിന്റെ 1 മുതൽ ഈ 29ാമത്തെ രാവ് വരെ ഈ കുടുംബത്തിൽ അഥവാ ആലുവ പേങ്ങാട്ടുശ്ശേരി അൽ ഹസനാത്ത് വനിതാ ഖുർആൻ മദ്രസയുടെ താഴെ തട്ടിൽ തറാവീഹ് നമസ്കാരത്തിനു വേണ്ടി ദിവസേന 1 ജുസ് പാരായണം ചെയ്ത് അവസാന ഘട്ടത്തിൽ കൂടുതൽ പാരായണം ചെയ്ത് ഇന്ന് നമുക്ക് ഒരു ഖത്മ് തറാവീഹ് നമസ്കാരത്തിൽ മാത്രം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഒരുപാട് പേര് നസീഹത്ത് കേട്ട് ദുആയ്ക്ക് ആമീൻ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ധാരാളം ഖത്മ് ഓതിയവരുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടാൻ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഭാഗ്യം കൊണ്ടാണ് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കൊറോണയുടെ വ്യാപന സമയത്തും നമുക്ക് നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ, മക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരും ഒരുമിച്ച് തറാവീഹ് നമസ്കാരത്തിൽ ഓരോ ജുസ് പാരായണം ചെയ്ത് ഒരു ഖത്മ് ഇന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇത് എല്ലാവർക്കും, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും, എല്ലാ കുടുംബത്തിനും ഒരു മാതൃകയാവണം, ഒരു പാഠമാവണം. നാളെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ മൻ റബ്ബുക വമാ ദീനുക വമാ ഇമാമുക എന്നൊക്കെ ചോദ്യം ചോദിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. ആ ഓർമ്മ വെച്ചിട്ട് വമാ ഇമാമുക്ക, നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനെയാണ് തുടരുന്നത്, നിനക്ക് നേതൃത്വം ആരാണെന്ന് ചോദിക്കുമ്പോൾ വൽ ഖുർആനു ഇമാമി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് എന്റെ ഇമാം എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹു തന്ന ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹു തന്ന കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹു തന്ന ഓർമ്മയും ചിന്താശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഖുർആൻ ഓതിപ്പഠിക്കാനും അതിന്റെ അർത്ഥം, അതേപോലെ അവതരണ പശ്ചാത്തലം, അതിന്റെ വിശദീകരണം, വ്യാഖ്യാനം, ഇതൊക്കെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അതൊരു വിശ്വാസിയുടെ നിർബന്ധമായ ഒരു കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദമ്പതികൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഏറ്റവും നല്ല പേരിടലാണ് ആ മാതാപിതാക്കളുടെ 3 ബാധ്യതകളിൽ ആദ്യത്തെ ബാധ്യത. ആ കുട്ടിക്ക് നല്ല പേരിടണം.
അതിനുശേഷം രണ്ടാമത്തെ ബാധ്യതയായി മാതാപിതാക്കളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യത നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. വയുഅല്ലിമഹുൽ കിതാബ ഇദാ അഖല, ആ കുട്ടി പഠിക്കാൻ പാകമെത്തുമ്പോൾ ഖുർആൻ പഠിപ്പിക്കണം, അൽ കിതാബ് പഠിപ്പിക്കണം. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിന്റെ പഠനം ആദ്യം നോക്കി ഓതാൻ പഠിക്കുക, പിന്നെ അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അതിനോടനുബന്ധിച്ചോ അതിന് ശേഷമോ അതിന്റെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും അതിന്റെ അവതരണ പശ്ചാത്തലവും ഒക്കെ പഠിക്കുക. എന്തിനാ ഖുർആൻ പഠിക്കുന്നത്? ജീവിതത്തെ ആഖിറത്തിന് വേണ്ടി ഉപകാരപ്പെടുത്താൻ. ആരെങ്കിലും ഇൽമിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ, ഖുർആനിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ, അതിനിപ്പോ മുത്തഅല്ലിമിന്റെ വേഷം കെട്ടി, തലയിൽ കെട്ടും കെട്ടി, നീളൻ ജുബ്ബയും ഇട്ട്, മുണ്ടും ഉടുത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി നിന്ന് പഠിച്ചുകൊള്ളണം എന്ന നിയമമില്ല. ഖുർആൻ ഇന്നത്തെ സാങ്കേതിക വിദ്യയും അതേപോലെ സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപനം നടത്താനുള്ള, ഷെയർ ചെയ്യാനുള്ള, സെൻഡ് ചെയ്യാനുള്ള സാഹചര്യവും നമ്മൾ വേണ്ടവണ്ണം ദീനീ ചിന്തയോടെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഖുർആൻ ഇമ്പമാർന്ന ശൈലിയിൽ നോക്കി ഓതാനും അർത്ഥം പഠിക്കാനും അതേപോലെ കാണാതെ പഠിക്കാനും ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. എന്നിട്ടും ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിക്കാതെ, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ നമ്മൾ മരണപ്പെടേണ്ടി വന്നാൽ ഖബറിലേക്ക് ചെല്ലുമ്പോൾ വമാ ഇമാമുക, നിന്റെ ഇമാമ് ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഖത്തീബിന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹമാണ് എന്റെ ഇമാമ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് മുൻകർ നക്കീർ രണ്ട് മലക്കുകൾ നല്ല ഒന്നാം തരം അടിയടിക്കും. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവൻ നമുക്ക്, നമ്മുടെ കുടുംബത്തിന് ചെയ്ത വലിയൊരു തൗഫീഖ് ജീവിതത്തിൽ ഖുർആനുമായി ബന്ധപ്പെടാൻ സാധിച്ചു. ഖുർആനിന്റെ സ്ഥാപനത്തിന് ഖിദ്മത്ത് ചെയ്യാൻ സാധിച്ചു. ആ സ്ഥാപനത്തിൽ പഠിക്കാനും പഠിപ്പിക്കാനും സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ മക്കളെ മറ്റ് സ്ഥാപനങ്ങളിൽ വിട്ട് ദീൻ പഠിപ്പിക്കാൻ, ഇൽമ് പഠിപ്പിക്കാൻ പറഞ്ഞയക്കാൻ നമുക്ക് സാധിച്ചു. ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിനി ഇറങ്ങിത്തിരിച്ചാൽ മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കാണ് ആ വഴിയുടെ ഇറങ്ങിത്തിരിച്ച, ഇൽമ പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വിദ്യാർത്ഥിനിയുടെ വഴിയുടെ അങ്ങേയറ്റം സ്വർഗമായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പഠിച്ച ഇൽമനുസരിച്ച് അമൽ ചെയ്യണം. ആ ഇൽമനുസരിച്ച് ഇൽമ പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും താൻ സ്വന്തമായി കരഗതമാക്കിയ ഇൽമ അറിവില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. എങ്കിൽ തീർച്ച നമ്മുടെ മരണം രക്തസാക്ഷിത്വത്തിന്റെ മരണമായിരിക്കും, സ്വർഗീയ സോപാനത്തിലേക്ക് എത്താനുള്ള രീതിയിലുള്ള മരണമായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൊറോണ കാലഘട്ടത്തിൽ വീട്ടിൽ ഏതെങ്കിലും ഖുർആൻ ഭാഗികമായി പഠിച്ചവരോ പരിപൂർണമായി പഠിച്ചവരോ അത് നല്ല ഇമ്പമാർന്ന ശൈലിയിൽ ഓതുവാൻ മാത്രം പഠിച്ചവരോ ചെറിയ ചെറിയ സൂറത്തുകളെങ്കിലും അമ്മ ജുസ് ആവട്ടെ, അല്ലെങ്കിൽ അമ്മയും തബാറക്കയും ആവട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദീനി സ്ഥാപനത്തിൽ പോയി നിന്ന് ഹിഫ്ള് പഠിക്കാൻ വേണ്ടി ചേർന്ന് ഒരു 5 ജുസു പഠിച്ചിട്ട് മടങ്ങി വന്ന ഒരു വിദ്യാർത്ഥിയോ ഒരു വിദ്യാർത്ഥിനിയോ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ പള്ളികൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകൾ തറാവീഹ് നമസ്കാരത്തിൽ ഇമ്പമാർന്ന ശൈലിയിലെ ഖുർആൻ പാരായണം കൊണ്ട് ഹയാത്താക്കാമായിരുന്നു. ഇമ്പമാർന്ന ശൈലിയിലെ ഖുർആൻ പാരായണം കൊണ്ട് ഹയാത്താക്കാമായിരുന്നു. ഏതൊരു വീട്ടിൽ ഖുർആൻ പാരായണം നടക്കുന്നില്ലേ ആ വീട് ഖബർസ്ഥാനിനോട് തുല്യമാണത്രേ. മഹാന്മാര് പറയുന്ന വാക്കുകളാണ്. അപ്പോ പൊതുജനങ്ങൾ ഖബറടക്കപ്പെടുന്ന ഒരു ഖബർസ്ഥാൻ പോലെ ഇരുളുമുറ്റിയ രാത്രിയും പകലും ഏതാണെന്ന് വ്യത്യാസമില്ലാതെ അതിൽ മുഴുവൻ ഇരുണ്ടുകൂടി കിടക്കുമ്പോൾ വിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു വിദ്യാർത്ഥിനി ഒരു വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഗ്രഹനായകനോ അല്ലെങ്കിൽ ഗ്രഹനായികയോ ഖുർആൻ നോക്കി ഓതാനെങ്കിലും നല്ല ഇമ്പമാർന്ന ശൈലിയിൽ പാരായണം ചെയ്യാൻ പഠിച്ചവരുണ്ടായിരുന്നുവെങ്കിൽ തീർച്ച അത്തരക്കാർ എന്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിൽ നല്ല അനുഭൂതിയായിരിക്കും. അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ. ആ പാരായണം ചെയ്ത ഖുർആൻ അതനുസരിച്ച് നമ്മൾ ജീവിതത്തെ കാഴ്ചവെച്ച് ഈമാനോടെ ജീവിച്ച് കലിമ പറഞ്ഞു മരിച്ച് ഖബറിലേക്ക് എത്തുമ്പോൾ
നിന്റെ ഇമാമ് ആരെന്ന് ചോദിക്കുമ്പോൾ അൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാമ് എന്ന് സധൈര്യം നമുക്ക് പറയാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഓർമ്മപ്പെടുത്താനുള്ളത്, റമളാനിന്റെ 29ാമത്തെ രാവും കഴിഞ്ഞു. കഴിഞ്ഞ റമളാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പേര് ഈ റമളാനിൽ നമ്മുടെ വീടുകളിലില്ല, നമ്മുടെ കുടുംബങ്ങളിലില്ല, നമ്മളോടൊപ്പം ഇല്ല. ഞാൻ എന്റെ കുടുംബത്തിൽ മരണപ്പെട്ടവരെ ഓർക്കുമ്പോൾ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരെ ഓർക്കാതിരിക്കില്ല. ഭർത്താവ് മരിച്ച ഭാര്യമാർ എന്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ വിതുമ്പുന്നുണ്ടാവും. മക്കൾ മരിച്ച മാതാപിതാക്കൾ എന്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഗദ്ഗദപ്പെടുന്നുണ്ടാകും. മാതാപിതാക്കൾ മരിച്ചുപോയ മക്കൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിൽ സങ്കടം ഉരുണ്ടുകൂടുന്നുണ്ടാവും. മാതാപിതാക്കൾ ജീവിച്ചിരുന്ന ആ സാഹചര്യത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ നഷ്ടപ്പെട്ടതിന് ശേഷമേ അവരുടെ വേർപാടിന്റെ അവരുണ്ടായിരുന്നതിന്റെ യഥാർത്ഥ വില അറിയുകയുള്ളൂ. അടുത്ത റമളാനിൽ ഇതേപോലെ തറാവീഹ് നമസ്കാരത്തിന് പള്ളികളിലാവട്ടെ വീടുകളിലാവട്ടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളാകുന്ന മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി നമ്മുടെ മക്കൾ മാത്രം നിസ്കരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ പടച്ചവൻ വരുത്തിയേക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ മക്കൾ മരണപ്പെട്ട് മക്കളുടെ വേർപാടിന്റെ വേദനയിൽ നമ്മൾ മാനസികമായ പിരിമുറുക്കത്തോടെ സങ്കടത്തോടെ തറാവീഹ് നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാര് മരണപ്പെട്ട് ഭർത്താക്കന്മാര് മാത്രം നമസ്കാരാദി കർമ്മങ്ങളിൽ മുഴുകി ഭാര്യയുടെ വേർപാടിന്റെ വേദനയെ അയവിറക്കുന്ന സാഹചര്യം ഒരുപക്ഷെ അടുത്ത റമളാനിൽ ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ മരണത്തിലൂടെ അവരുടെ വേർപാടിലൂടെ വേദനിക്കുന്ന ഭാര്യമാർ ഇരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ അടുത്ത റമളാനിൽ ഉണ്ടായേക്കാം. ആരൊക്കെ നമ്മളിൽ ജീവിതം കൊണ്ട് ഇനിയും അടുത്ത റമളാനിൽ ബാക്കിയാവുന്നു, ആരൊക്കെ മരണം കൊണ്ട് അവർ പാരത്രികത്തിലേക്ക് യാത്ര പോകുന്നു എന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കാലം അത്രയും ജീവിച്ച് ഉപയോഗപ്പെടുത്തിയ റമളാനുകളൊക്കെ നമുക്ക് അനുകൂലമായ സാക്ഷിയായി നാളെ പാരത്രികത്തിൽ കൊണ്ടുവരുന്ന ഒരവസ്ഥ പടച്ചവൻ തന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് റമളാനുകൾ ജീവിക്കുവാനും ഇനിയും ഒരുപാട് റമളാനുകളിൽ നന്മ ചെയ്യുവാനും പുണ്യം തേടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഒരു സ്വഹാബി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു സ്വപ്നം കണ്ടു നബിയെ. സ്വപ്നം കണ്ടത് മറ്റൊന്നുമല്ല, നബിതങ്ങൾ അവിടുന്നിന്റെ കയ്യിൽ പിടിച്ച് ഏതാനും നാളുകൾക്ക് മുമ്പ് കെലിമ പറഞ്ഞ് മുസ്ലിമായ 2 സ്വഹാബികളെ, അതിൽ ഒരാള് നല്ല ശക്തവാനും ഒരാള് ബലഹീനനുമായിരുന്നല്ലോ. ആ 2 പേരുടെ പേര് പറഞ്ഞിട്ട് ആ സ്വഹാബി റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നബിതങ്ങൾ ആ ഓർമ്മ പങ്കിട്ടു. അതെ, ആ 2 പേര് എന്റെ അടുക്കൽ വന്ന് കെലിമ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, മുസ്ലിമായത് ഞാൻ ഓർക്കുന്നു. അതിൽ ഒരാള് വളരെ ശക്തവാനും ഒരാള് ബലഹീനനും. ഓ നബിയെ, എന്നിട്ട് ആ ശക്തവാനായ ആ സ്വഹാബി തൊട്ടടുത്ത കാലത്ത് ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചതും അവിടുന്ന് ഓർമ്മയില്ലേ? അതെ, തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു സ്വഹാബ. എങ്കിൽ അതിനുശേഷം 1 വർഷം ജീവിച്ച് ആ ബലഹീനനായ സ്വഹാബി വീട്ടിൽ കിടന്ന് സാധാരണ പോലെ മരിച്ച മരണവും ഓർമ്മയില്ലേ? അതെ, ഞാൻ ഓർക്കുന്നു സ്വഹാബ. അല്ലാഹുവിന്റെ റസൂലെ, അവർ 2 പേരെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു നബിയെ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ആ 2 പേരും ഞാനും കൂടി, ഞങ്ങൾ 3 പേരും ഒരുമിച്ച് സ്വർഗത്തിന്റെ കവാടത്തിൽ പോയി നിൽക്കുന്ന സാഹചര്യമാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ആ സമയത്ത് സ്വർഗത്തിന്റെ അകത്തളത്തിൽ നിന്നും ഒരു മലക്ക് പുറത്തേക്ക് വന്നു വാതിൽ തുറന്നിട്ട് ഞങ്ങളിൽ നിന്ന് വീട്ടിൽ കിടന്ന് സാധാരണ മരണം പോലെ മരിച്ച ബലഹീനനായ ആ വ്യക്തിയെ സ്വർഗത്തിന്റെ അകത്തളത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ഞങ്ങളോട് കാത്തു നിൽക്കാൻ പറഞ്ഞു. ഇതാണ് സ്വപ്നത്തിന്റെ ആദ്യ ഭാഗം. 2ാം ഭാഗം, കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സ്വർഗത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് 2ാമതൊരു മലക്ക് വന്നു. എന്നിട്ട് ആ ശക്തവാനായ പോർക്കളത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആ സഹാബിയെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, താങ്കൾ മടങ്ങിപ്പോവുക, പിന്നെ വരാൻ. അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണല്ലോ. അവിടുന്നിന്റെ നാവിൽ നിന്ന് എനിക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിരിക്കെ ഈ സ്വപ്നം, ഇതെന്താണ് അതിന്റെ അവസ്ഥ?
ഞാൻ എന്റെ സഹപ്രവർത്തകരോടൊക്കെ പറയുമ്പോൾ അവിടുന്നിനോട് വന്നിട്ട് ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലെ, ഇതെന്താണ് നബിയെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ പോർക്കടത്തിൽ പോയി രക്തസാക്ഷിത്വം വഹിച്ച ശക്തവാനായ സ്വഹാബി രക്തസാക്ഷിത്വം വഹിച്ചിട്ടും അദ്ദേഹത്തെ ആദ്യം പ്രവേശിപ്പിക്കാതെ വീട്ടിൽ കിടന്ന് സാധാരണ മരണം പോലെ മരിച്ച ബലഹീനനായ സ്വഹാബിയെ ആദ്യം തന്നെ സ്വീകരിച്ചു കൊണ്ടുപോവുകയും പിന്നെ കാലങ്ങൾക്ക് ശേഷം ആ രക്തസാക്ഷിയെ കൂട്ടിക്കൊണ്ടുപോവുകയും എന്നോട് മടങ്ങിപ്പോ പിന്നെ വരാൻ കൽപ്പിക്കുകയും ചെയ്തതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബിയോട് പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടുന്നത്? ആ ബലഹീനനായ സ്വഹാബിയെ ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പോകാൻ കാരണം ശക്തവാനായ രക്തസാക്ഷിയേക്കാൾ ഒരു റമളാനും കൂടി കൂടുതൽ ജീവിക്കുകയും ആ റമളാനിൽ നോമ്പെടുക്കുകയും ആ റമളാനിലെ നമസ്കാരാദി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ദാനധർമ്മങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോർക്കളത്തിൽ പോയി രക്തസാക്ഷിത്വം വഹിച്ച സ്വഹാബിയേക്കാൾ ഒരു റമളാനും കൂടി സജീവമായി ഇബാദത്ത് ചെയ്ത ബലഹീനനായി വീട്ടിൽ കിടന്നു മരിച്ച സ്വഹാബിയെ സ്വർഗത്തിലേക്ക് ആദ്യം ആനയിച്ചു കൊണ്ടുപോയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സ്വഹാബ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം നമ്മൾക്ക് പാഠം നൽകുന്നത് ഓരോ റമളാനും ജീവിക്കുവാൻ നമുക്ക് പടച്ചവൻ തരുന്ന ഭാഗ്യം ജീവിതത്തിന്റെ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ദുആ ചെയ്യുകയും നബി തങ്ങൾ ആമീൻ പറയുകയും ചെയ്ത സന്ദർഭം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. മിമ്പറിൽ നിന്ന് ഇറങ്ങിയ നബി തങ്ങളോട് സ്വഹാബത്തുകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പതിവിന് വിപരീതമായി അവിടുന്ന് മിമ്പറിൽ കയറുമ്പോൾ ഓരോ പടികൾ ചവിട്ടുമ്പോഴും ആമീൻ 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 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. എന്താണ് അതിന്റെ പൊരുളെന്ന് വിശദീകരിക്കാമോ നബിയെ? 3 കാര്യം നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. സമയപരിമിതി കൊണ്ട് ഞാൻ എല്ലാത്തിലും വിശദീകരിക്കുന്നില്ല. അതിലൊന്ന്, പ്രിയപ്പെട്ട സ്വഹാബ, വിശുദ്ധമായ റമളാനിൽ ജീവിക്കാൻ ഒരാൾക്ക് പടച്ചവൻ ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്നിട്ടും ആ റമളാനിൽ നോമ്പെടുക്കേണ്ടതുപോലെ നോമ്പെടുക്കാതെ, സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാതെ, ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ റമളാനിനെ പാഴാക്കിയവൻ അവനെന്തും പരാജിതനാണ്, അവൻ നാശത്തിലാണ്, നഷ്ടത്തിലാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ഞാൻ ആമീൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബത്തുകൾ അതിനെ വിവരിക്കുന്നത് ഒരു മലക്ക്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് ദുആ ചെയ്യുകയും നബിതങ്ങൾ ആമീൻ പറയുകയും ചെയ്ത വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് രേഖ കിട്ടിയ അമൂല്യമായ ഒരു ദുആ ആണെങ്കിൽ, വിശുദ്ധമായ റമളാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും വേണ്ടവണ്ണം അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ ഭാഗ്യം കിട്ടാത്തവൻ, അതെ, അവൻ പരാജിതൻ തന്നെയാണ്. അവൻ പരാജിതൻ തന്നെയാണ്. അവൻ അങ്ങേയറ്റം പരാജയപ്പെട്ടവനാണ് എന്ന് നാം ഉറക്കെ പറയുമ്പോൾ, ഈ റമളാനിൽ കൃത്യമായി നോമ്പെടുത്ത് നമസ്കാരാദി കർമ്മങ്ങളിൽ സൂക്ഷ്മത പുലർത്തി സാധിക്കുന്ന രീതിയിൽ ഖുർആൻ പാരായണം ചെയ്ത് സാമ്പത്തികത്തിന്റെ തോതനുസരിച്ച് ദാനം കൊടുത്ത് അവസരം കിട്ടിയപ്പോൾ വീട്ടിൽ വിളിച്ചും അല്ലാതെയും നോമ്പ് തുറപ്പിച്ചിട്ടും തുറപ്പിക്കാനുള്ള സാധന സാമഗ്രികൾ അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചിട്ടും സാമ്പത്തികമായി അർഹതപ്പെട്ടവരെ സാധുക്കളെ സഹായിച്ചിട്ടും നേരിട്ട് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് വിദേശത്ത് നിന്ന് പൈസ പോലും ബാങ്ക് അക്കൗണ്ട് വഴി അയച്ചവരെ നമുക്കറിയും. വീടാന്തരം കയറി 30 ദിവസത്തേക്കുള്ള ഭക്ഷണത്തിന്റെ സാധന സാമഗ്രികൾ വലിയ ചാക്കുകളിലായി ചുമന്നുകൊണ്ട് വീടുകളിൽ കൊണ്ടെത്തിച്ചവരെ അറിയും. അതിനുവേണ്ടി ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനം സദഖ ചെയ്തവരെ നമുക്കറിയും. അള്ളാഹു അവർക്കൊക്കെ ഈ റമളാൻ അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അലീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാവണം. ലാ ഷാഹിദൻ അലൈനാ, ഞങ്ങൾക്ക് എതിർ സാക്ഷിയാവരുത്. വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ, ഈ റമളാൻ ഞങ്ങൾക്കെതിരായിട്ട് നാളെ ആഖിറത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും അങ്ങനെ ദുആ ചെയ്യാൻ സഹാബത്തുകളോട്, മുസ്ലിം ഉമ്മത്തിനോട്, വിശ്വാസി സമൂഹത്തോട് പറയുകയും ചെയ്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനിയൊരു റമളാനിൽ നമുക്ക് ആയുസ് ബാക്കി ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല.
ഈ റമളാൻ വീടുകളിലാണെങ്കിലും നമസ്കാരാദി കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കി. ആ ബറക്കത്ത് കൊണ്ട് വീടുകൾ റാഹത്തിലായി, പൈശാചികതയെ ആട്ടി ഓടിക്കപ്പെട്ടു, വീടുകൾ പ്രകാശപൂരിതമായി. എത്രത്തോളം നബി തങ്ങൾ പറയുന്നുണ്ട്, ഭൂമിയിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ആകാശത്തിലുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയിലുള്ള പള്ളികൾ നക്ഷത്രങ്ങളെ പോലെ വെട്ടിത്തിളങ്ങുന്നത് ആ മലക്കുകൾക്ക് കാണാൻ സാധിക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വർഷം കൊറോണ കാലഘട്ടത്തിൽ പള്ളികളിൽ നിന്ന് ആ പ്രകാശം ആ മലക്കുകൾ കണ്ടിട്ടുണ്ടാവില്ല. എന്റെയും നിങ്ങളുടെയും ഈ ശബ്ദം എവിടെയൊക്കെ എത്തി ആരൊക്കെ കേൾക്കുന്നു, അവരവരുടെ വീടുകളും അവർ താമസിക്കുന്ന റൂമുകളും അവരുടെ ഏരിയകളും അള്ളാഹുവിന്റെ മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശപൂരിതമായി നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് പോലെ കാണാൻ സാധിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ വർഷം ഏത് കൊറോണ കാലം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ വിപത്തുകളും എല്ലാ നന്മകളും അവന് ഖൈറാണ്. ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പടച്ചവനോട് മനമുരുകി നാം ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഈ ദിവസങ്ങളിൽ നടത്തിയ നന്മകൾ നമ്മുടെ വീടുകൾ ഇതിനൊക്കെ സാക്ഷിയാണ്. അള്ളാഹു ഖൈറായ സാക്ഷിയാക്കി കൊണ്ടുവരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് 27-ാം രാവിന്റെ ഈ ദിവസം ഖുർആൻ 30 ജുസ് ഓതി പൂർത്തീകരിച്ചതിന്റെ പേരിലുള്ള ഖത്മ് നമുക്ക് ദുആ ചെയ്യണം. ഒരുപാട് പേര് ഖത്മ ഓതിക്കൊണ്ട് ഉസ്താദേ 27-ാം രാവിന് ദുആ ചെയ്യണം, അല്ലെങ്കിൽ 29-ാം രാവിന് ദുആ ചെയ്യണം എന്ന രീതിയിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു. നമ്മുടെ സ്വന്തം സഹോദരി ഇരാറ്റുപേട്ടയിൽ നിന്ന് ഈ റമളാൻ തുടങ്ങിയതിന് ശേഷം 10 ഖത്മ ഓതി പൂർത്തീകരിച്ചു. ഇതേപോലെ ഒരുപാട് ഉമ്മമാർ അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് 5 ഖത്മ ഓതിയവര്, 7 ഖത്മ ഓതിയവര്, 70,000 ദിക്റുകൾ വീതം പലതവണ തീർത്തവര്, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ മഹാനായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പാരായണം ചെയ്തവര്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് സ്നേഹം എന്ന രീതിയിൽ ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഓരോ ദിവസവും പരിശുദ്ധമായ ഖുർആനിന്റെ ഖത്മുകളും നബിതങ്ങളുടെ മേലുള്ള ധാരാളം സ്വലാത്തുകളും അവർ ചൊല്ലുന്നുണ്ട്. ഇത്തരം കൂട്ടായ്മകൾ ഒരിക്കലും പടച്ചവൻ കണ്ടില്ലെന്ന് നടിക്കില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവരെ കുറിച്ച് നിരൂപണം പറയാതിരിക്കില്ല. ഈ റമളാൻ അവർക്കും നമുക്കുമൊക്കെ അനുകൂലമായ സാക്ഷിയാക്കട്ടെ. പറഞ്ഞതും കേട്ടതും അനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിദേശത്ത് കൊറോണ കാരണം ക്വാറന്റൈനിൽ കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാര് അബുദാബിയില്, ദുബൈയില്, ഷാർജയില്, മസ്കറ്റില്, അതേപോലെ ഒമാനില്, ജിദ്ദയില്, സൗദിയില്, മക്കത്ത് ഒക്കെ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഹസനി അറബി കോളേജിൽ പഠിച്ച സഹപാഠികൾ അടക്കം, നമ്മുടെ ഗുരുനാഥന്മാരും അവരുമായി ബന്ധപ്പെട്ടവരടക്കം, നമ്മുടെ രക്തബന്ധത്തിൽ ഉൾപ്പെട്ടവരും അല്ലാത്തവരും ഒരുപാട് പേര് നമ്മളോടൊപ്പം പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും അതേപോലെ പുണ്യം നിറഞ്ഞ യാത്രകളിലും സഹയാത്രികരായി ഉണ്ടായിരുന്നവര് അവരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വസിയത്ത് ചെയ്തവർക്കും പ്രത്യേക ഒരു വാക്കുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിലും ദുആ കൊണ്ട് പലരെയും മറക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ ഉള്ളവരുണ്ട്. എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഖുർആൻ നാളെ ആഖിറത്തിൽ ഖബറിൽ ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായ സാക്ഷിയായി വരാനും വൽ ഖുർആനു ഇമാമി എന്ന് ചോദിക്കുന്ന മലക്കുകളോട് സധൈര്യം മറുപടി പറയാനും ഈ തറാവീഹിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പാരായണം ചെയ്ത ഖുർആൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله ثم الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا ربنا لك الحمد يا ربنا لك الحمد يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترى الله يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين يا رب العالمين اللهم ذا الحبل الشديد والأمر الرشيد ونسألك الأمن يوم الوعيد الجنة يوم الخلود المقربين الشهود الركع السجود الموفين لك بالعهود إنك رحيم ودود اللهم إنك رحيم ودود اللهم إنك رحيم ودود أنت تفعل ما تريد اللهم أنت تفعل ما تريد اللهم اجعل نورا في قلوبنا ونورا في قبورنا ونورا في سمعنا ونورا في بصرنا ونورا في بشرنا ونورا في لحمنا ونورا في ذمنا ونورا في عظامنا ونورا عن يميننا ونورا عن شمالنا ونورا من أمامنا ونورا من ورائنا ونورا من فوقنا ونورا من تحتنا اللهم زدنا نورا اللهم زدنا نورا اللهم زدنا نورا وأعطنا نورا واجعلنا نورا يا رب العالمين اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم وما صليناه على النبي الكريم وما ختم به من القرآن العظيم هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة روح نبينا وشفيعنا ومنجينا وهادينا وقرة أعيننا وثمرة فؤادنا محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا تحت ظل لوائه المعقود اللهم أوصل مثل ثواب ما قرأناه من ختم القرآن
اللهم ارزقنا تلاوته. اللهم أوصل مثل ثواب ما قرأناه من ختم القرآن، أوصل إلى حضرة روح نبينا محمد صلى الله عليه وسلم، وإلى حضرات آبائنا وأمهاتنا وأجدادنا وجداتنا وأعمامنا وعماتنا وأخوالنا وخالاتنا وجميع أساتذتنا وجميع من ماتوا منا يا رب العالمين. اللهم ارزقنا بكل حرف من القرآن حلاوة، وبكل جزء من القرآن جزاء. اللهم ارزقنا بالألف ألفا، وبالباء بركة، وبالتاء توبة، وبالثاء ثوابا، وبالجيم جمالا، وبالحاء حكما، وبالخاء خيرا، وبالدال دليلا، وبالذال ذكاء، وبالراء رحمة، وبالزاء زكاة، وبالسين سعادة، وبالشين شفاء، وبالشين شفاء من كل داء، وبالصاد صدقا، وبالضاد ضياء، وبالطاء تراوى، وبالضاء ظفرا، وبالعين علما، وبالغين غنى، وبالفاء فلاحا، وبالقاف قربا، وبالكاف كراما، وباللام لطفا، وبالميم موعظا، وبالنون نورا، وبالواو وصلا، وبالياء يقينا، وبالهاء هداية. اللهم ارزقنا بكل حرف من القرآن حلاوة الإيمان، وبكل جزء من القرآن جزاء في الدنيا والآخرة يا أرحم الراحمين، يا غياث المستغيثين، ويا مجيب دعوة المضطرين، ويا أرحم الراحمين. അള്ളാഹു റഹ്മാനായ തമ്പുരാനെ നീ ഞങ്ങളെ കബൂലാക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കി കൊണ്ടുവരണേ. അള്ളാഹുവെ പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പ് നീ പാഴാക്കി കളയല്ലേ. അള്ളാഹുവെ നാളെ ഈ നോമ്പും ഈ റമളാനും ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷി പറയുന്ന അവസ്ഥയിൽ മഹ്ശറയിൽ കണ്ടുമുട്ടാൻ, സ്വർഗീയ സോപാനത്തിൽ അതിലൂടെ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ അള്ളാഹുവെ ഞങ്ങൾ കൊടുത്തതും ഞങ്ങൾ വാങ്ങിയതുമായ ദാനധർമ്മങ്ങൾ സ്വതക്കകൾ കബൂലാക്കണേ. അള്ളാഹുവെ നോമ്പ് തുറന്നതും നോമ്പ് തുറപ്പിച്ചതും നീ കബൂലാക്കണേ. അള്ളാഹുവെ വീട് വീടാന്തരം ഭക്ഷണ സാധന സാമഗ്രികൾ എത്തിച്ചവരുണ്ട്, അത് കൊടുത്ത് ഏൽപ്പിച്ചവരുണ്ട്, അതിനുവേണ്ടി പണം മുടക്കിയവരുണ്ട്, അതിനുവേണ്ടി വാക്കുകൊണ്ട് സംസാരം നടത്തിയവരുണ്ട്, സാമ്പത്തിക സഹായവും ശാരീരിക പരിശ്രമവും നടത്തിയവരുണ്ട്. അവരെ ആരെയും നീ പാഴാക്കല്ല. അള്ളാഹുവെ പരിശുദ്ധ റമളാനിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഖുർആൻ ഓരോ ദിവസവും ഓരോ ജുസും ഓതിയിട്ട് അതിന്റെ പിന്നിൽ ഞങ്ങൾ നിന്നിട്ട് ഇന്ന് 29-ാം രാവിന് ഖുർആൻ ഖത്മ് ഓതി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവെ ആ ഖുർആൻ ആ ഓതിയ മക്കൾക്കും കേട്ട ഞങ്ങൾക്കും അള്ളാഹുവെ നാളെ ആഖിറത്തിൽ അനുകൂലമായ സാക്ഷിയാക്കി കൊണ്ടുവരണേ. അള്ളാഹുവെ ഖബറിൽ വമാ ഇമാമുക, നിന്റെ ഇമാം ആരെന്ന് ചോദിക്കുമ്പോൾ അൽ ഖുർആനു ഇമാമി എന്ന് പറയാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ആ രീതിയിൽ ഞങ്ങൾ പഠിച്ച ഖുർആൻ, ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ച ഖുർആൻ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ 100-ലേറെ പെൺമക്കള് ഖുർആൻ 30 ജുസും മനഃപ്പാഠമാക്കിയ ആ മക്കളുടെ ഖുർആൻ അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കും അനുകൂലമായ സാക്ഷിയാക്കി കൊണ്ടുവരണേ. അള്ളാഹുവെ ഇനിയുള്ള ഞങ്ങളുടെ മക്കളെയും ആ ഖുർആനിന്റെ വഴിത്താരയിലൂടെ തിരിച്ചു കൊണ്ടുവരുവാനും ഇമ്പമാർന്ന ശൈലിയിൽ ഖുർആൻ പാരായണം ചെയ്ത് അത് അറിവില്ലാത്തവർക്ക് പഠിപ്പിച്ച് അതിലൂടെ ഖുർആനിന്റെ വ്യാപനത്തിൽ പരിശ്രമിക്കാനുള്ള തൗഫീഖ് താ അള്ളാഹുവെ ഖുർആനുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ താഴെ തട്ടിൽ ഇരുന്നു കൊണ്ട് നിന്നോട് തേടുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കാലങ്ങൾ കൊണ്ട് കാത്തിരുന്ന നിർമ്മാണ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണമാണ്. കൊറോണ കാലഘട്ടമായതുകൊണ്ട് ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങളുടെ വിദ്യാർത്ഥിനികളൊക്കെ നാടുകളിലാണ്.
എത്രയും വേഗം ഈ വ്യാപനം നടത്തുന്ന മാരകമായ രോഗത്തിന്റെ പര്യവസാനം കുറിക്കുകയും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എല്ലാ മക്കളെയും തിരിച്ചു കൊണ്ടുവരികയും ഖുർആൻ അവർ പാരായണം ചെയ്യുന്നത് കണ്ട് ഞങ്ങൾക്ക് മനസ്സ് കുളിർമയേറാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട പലരും മരണപ്പെട്ട് നിന്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് റഹ്മാനെ. മാതാപിതാക്കൾ മരിച്ച മകനാണ് ദുആ ചെയ്യുന്നത് പടച്ചവനെ, ഇവിടെ ഇരുന്ന് ആമീൻ പറയുന്നവരിലും ഈ നസീഹത്ത് ദുആ എവിടേക്ക് എത്തുന്നു, ആരൊക്കെ കേൾക്കുന്നു, അതിനനുസരിച്ച് ആമീൻ പറയുന്നു. അവരുടെ മാതാപിതാക്കൾ, രക്തബന്ധുക്കളിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽപ്പെട്ടവര്, അല്ലാഹുവേ, ഞങ്ങളുടെ രക്തബന്ധങ്ങളിൽപ്പെട്ടവര് പലരും ഖബറുകളിലാണ് അല്ലാഹുവേ. ആരാണ് എവിടെയാണ് ഞങ്ങളൊന്നും പേര് പറയുന്നില്ല, എല്ലാം അറിയുന്നവൻ നീയാണ് അല്ലാഹുവേ. അവരുടെ ഖബർ വിശാലമാക്ക് ഞങ്ങൾ ജനിക്കാൻ കാരണക്കാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ ഞങ്ങളോടൊപ്പം ഹജ്ജ് ഉംറ പുണ്യയാത്രകളിൽ പങ്കാളികളായവരിൽ പലരും മരണപ്പെട്ട് നിന്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുമായി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നന്മയിൽ ഒരുമിച്ച് കൂടിയിട്ട് അതിനുശേഷം മരണപ്പെട്ട ആരൊക്കെയുണ്ടോ അവരുടെ മുഴുവൻ ഖബറുകളും നീ വിശാലമാക്കണേ സ്വർഗത്തിന്റെ സോപാനമാക്കണേ റഹ്മാനെ. സ്വർഗീയ വിരിപ്പ് വിരിക്കണേ സ്വർഗീയ സുഗന്ധം പൂശിക്കൊടുക്കണേ സ്വർഗീയ ഉടയാടകൾ അണിയിക്കണേ റഹ്മാനെ. സ്വർഗത്തിലേക്ക് ഒരു മണിമേട തുറന്ന് അവർക്ക് നിർമ്മിച്ചു കൊടുക്കണേ സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കണേ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ച് സുഖലോലുപരായി കിടക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അടുത്ത റമളാനിൽ അല്ലാഹുവേ, ഞങ്ങളുടെ വീടിന്റെ ചുമരിൽ കിടക്കുന്ന കലണ്ടറിൽ ഞങ്ങളുടെ ജീവിതത്തിന് ആയുസ്സുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പറ്റ മക്കളെ വാർത്തു വെച്ചിട്ട് ഞങ്ങൾക്ക് മരിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. ഞങ്ങൾക്കും ഞങ്ങളുമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് താ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഞങ്ങളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പിന്നിൽ ചെറുപ്പം മുതൽ പ്രവർത്തിച്ചവരുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, മാതാവിന്റെയും പിതാവിന്റെയും രക്തബന്ധത്തിൽപ്പെട്ടവർ, ഞങ്ങളുടെ ഭാര്യയുടെ വല്ലുമ്മമാരും വല്ലിപ്പമാരും, അല്ലാഹുവേ, അങ്ങനെ പേരെടുത്തു പറയേണ്ട ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഇരാറ്റുപേട്ട ഞങ്ങളുടെ ഷാഫി മാമ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബറടക്കം നീ വിശാലമാക്കണേ ഈ ദുആ ആരൊക്കെ എവിടെ ഇരുന്ന് കേൾക്കുമോ അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരെ അവരോർക്കും റഹ്മാനെ. ഞാൻ എന്റെ കുടുംബത്തിൽ മരണപ്പെട്ടവരെ ഓർക്കുമ്പോൾ അവരോരോരുത്തരും അവരവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരെ ഓർക്കുന്നു റഹ്മാനെ. ഇതേപോലെ അടുത്ത റമളാനിലേക്ക് എത്തുമ്പോൾ ഞങ്ങളും വെറും ഓർമ്മയായി മാറുമോ, അല്ല ആയുസ് ബാക്കി ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നറിയില്ല ജീവിക്കുന്നുവെങ്കിൽ അടിയുറച്ച വിശ്വാസിയായിട്ട് ഇബാദത്തുമായിട്ട് ഇടപഴകി ഹറാമിനെ ഒഴിവാക്കി ഹലാല് മാത്രം ഉപയോഗിച്ച് നിന്റെ പൊരുത്തത്തിൽ നിന്റെ മുത്തുനബിയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടെ കലിമ പറഞ്ഞ് സ്വർഗം നിർബന്ധമാകുന്ന അവസ്ഥയിൽ മരിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. റമളാൻ ഞങ്ങളുടെ ആയുസിന്റെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹുവേ. ലൈലത്തുൽ ഖദറിനെ കണ്ടെത്തിയ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ സാധിക്കുന്ന രീതിയിൽ ഞങ്ങളെ രാവുകളെ ഹയാത്താക്കി ഖുർആൻ പാരായണവും ദിക്ർ തസ്ബീഹ് ഇസ്തിഗ്ഫാർ കൊണ്ടും ഞങ്ങൾ ധന്യപുഷ്കലമാക്കി റഹ്മാനെ. പടച്ചവനെ, ശരീരത്തിന്റെ ത്വാഖത്തനുസരിച്ച് നിന്നോട് ഞങ്ങൾ ഇടപഴകി നന്മകൾ ചെയ്തു റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ നന്മകൾക്കും വണ്ണമായ പ്രതിഫലം നൽകണേ വണ്ണമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്നലെ ഒരു ദമ്പതികൾ വന്നിരുന്നു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അവരുടെ വീട്ടിലേക്ക് കടന്നു പോകുന്ന ഒരു വഴിയുടെ ആധാരവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൽ വഞ്ചന നടന്നതുപോലെ ഉണ്ട് അല്ലാഹുവേ. എത്രയും വേഗം അവർക്ക് അവരുടെ വഴി ആധാരപ്രകാരം തുറന്നു കിട്ടാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോടൊപ്പം കഴിഞ്ഞ 21 വർഷമായി ഹജ്ജ് ഉംറ പുണ്യയാത്രകളിൽ പങ്കാളികളായ ഒരുപാട് പേര് ദുആ ചെയ്യുന്നുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കാലുവേദന ബുദ്ധിമുട്ട് മാറാൻ ഒരു സഹോദരി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഭർത്താവിന്റെ ദുസ്വഭാവം മാറാൻ ഒരു സഹോദരി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മക്കളുടെ മാരകമായ രോഗം മാറാൻ ഒരു മാതാവ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അല്ലാഹുവേ, കാലുമായി ബന്ധപ്പെട്ട മാരകമായ രോഗത്തിന് അടിമപ്പെട്ട ഖുർആൻ പഠിക്കുന്ന
ഒരു കൊച്ചുമോൻ. അവനെ ആദ്യമായി നേരിൽ കാണുന്നത് വിശുദ്ധമായ മക്ക ഹറമിൽ വെച്ചാണ്. ആ മകന്റെ വിഷയത്തിൽ ഒരുപാട് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. റഹ്മാനെ, നീ ശമനം നൽകണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും, ഈ ആമീൻ പറയുന്നവരെയും നീ കാത്തുകൊള്ളണേ അല്ലാ. ദിവസേന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് അപകട മരണങ്ങളോ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, സ്വന്തം വീട്ടിൽ കിടന്ന് മരണപ്പെട്ടാലും രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം നേടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ റഹ്മാനെ. ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയല്ലോ അല്ലാ. ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് ശേഷം സന്തോഷത്തോടെ സംതൃപ്തിയോടെ താമസിച്ച കുറെ ദിവസങ്ങളാണ്. അല്ലാഹുവേ, ഇതിന്റെ പൂർത്തീകരണത്തിനും ഇതിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ആ നിയമപരമായ വിഷയം കൊണ്ട് ആരൊക്കെ ഞങ്ങളെ സഹായിച്ചു അവർക്കൊക്കെ ഇതിനുള്ളിൽ നടന്ന മുഴുവൻ നന്മകളുടെയും തത്തുല്യമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയുടെ നിർമ്മാണ ആഗ്രഹമുണ്ട്. പടച്ചവനെ, വേഗത്തിൽ പൂർത്തീകരിക്കണേ റഹ്മാനെ. അതിനുവേണ്ടി സ്ഥലം വാങ്ങി തരാമെന്ന് വാക്ക് പറഞ്ഞവർക്ക് ഖൈറായ വഴികൾ എത്രയും വേഗം നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഇൽമിന്റെ അഹ്ലുകാരുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഇൽമിന്റെ അഹ്ലുകാരെയും ദീനിനെയും സഹായിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാമായ ശൈഖുന വടദുൽ ഉസ്താദ്, അവിടുത്തോരാണ് ഞങ്ങളുടെ ഉയർച്ചയുടെയും വളർച്ചയുടെയും കാരണക്കാരൻ. ആ മഹാനവറുകളുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. പദവികൾ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവിടുത്തെ ഇൽമിന്റെ നൂറാനിയത്ത് ഞങ്ങളുടെ ഖൽബിലേക്ക് നീ ഫൈലാനാക്കി എത്തിച്ചു തരണേ അല്ലാ. അവിടുത്തോരുടെ പ്രിയ ശിഷ്യന്മാരിൽ ആദ്യമായിട്ട് അവിടുത്തോരുടെ സന്നിധിയിലേക്ക് എത്തപ്പെട്ടത് മൂവാറ്റുപുഴ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ. അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം മുഹമ്മദ് ഇഖ്ബാൽ മൗലവി, ബുഷറ മൗലവി, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയ സ്നേഹിതനും സഹപാഠിയുമായ കൊടുങ്ങല്ലൂർ അഴീക്കോട് നസീർ മൗലവി ബാഖവി ഹസനി ദുബൈയിൽ വെച്ച് മരണപ്പെട്ടിട്ട് ഒരു മാസം കഴിയുന്നു റഹ്മാനെ. അല്ലാഹുവേ, അദ്ദേഹത്തെയും നീ സ്വർഗീയ സോപാനത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്തബന്ധത്തിൽ, മാതാപിതാ രക്തബന്ധത്തിൽ ആരൊക്കെ മരണപ്പെട്ട് നിന്റെ സന്നിധിയിലേക്ക് എത്തിയോ അവരെയൊക്കെ ഈ റമളാനിന്റെ പവിത്രത കൊണ്ട് അവരോടൊക്കെ കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കാനുള്ളവരാണ്. കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരിക്കാൻ തൗഫീഖ് താ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമൽപ്പെടുത്തണേ അല്ലാ. ഈ റമളാനിൽ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും ദുആ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ആരൊക്കെ ദുആ ചെയ്തിട്ടുണ്ടോ ആ ദുആകളും കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ റമളാനിലൂടെ നേടിയെടുത്ത ഇബാദത്തിന്റെയും പുണ്യങ്ങളുടെയും ചൈതന്യം തുടർന്ന് മരണം വരെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കാൻ തൗഫീഖ് താ അല്ലാ. ഹറാമുകളില്ലാത്ത ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. വിവിധ സ്ഥാപനങ്ങളിൽ ദീൻ പഠിക്കുന്ന, ഈമാൻ പഠിക്കുന്ന, കിതാബ് പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന മക്കൾ ഞങ്ങൾക്കുണ്ട് റഹ്മാനെ. പല രക്ഷിതാക്കളുടെയും പെൺമക്കൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവരെ എല്ലാവരെയും ഭാവിയുടെ സ്വർഗത്തിന്റെ വാഗ്ദാനങ്ങളായി വളർത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولأساتذتنا يا رب العالمين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين.